ഇപ്പം ഞങ്ങളൊരു അരമണിക്കൂറിലും മീതിയായിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകാനുള്ള വഴി നോക്കണത്. ഒരെത്തും പിടിയില്ല, നടന്നാകെ വിശദയായി. നിങ്ങളാരെങ്കിലും അമേരിക്കയിലെ മാളുകൾ കണ്ടിട്ടുണ്ടോ? അമേരിക്കൻ മാളുകൾക്ക് എന്താ കൊമ്പുണ്ടാ എന്നൊന്നും ആരും വിചാരിക്കണ്ട. സാധാ മാളൊക്കെ പോലെയൊക്കെ തന്നെ. ഇവിടെ ഈ വിൻ്റർ ആയപ്പോഴത്തേനെ ഏറ്റവും കൂടുതൽ നമുക്ക് പോകാൻ പറ്റിയിട്ടുള്ള നല്ല കംഫർട്ടായിട്ടുള്ള സ്ഥലമാണ് ഈ മാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം വെച്ചാൽ അതിൻ്റെ ഉള്ളിലാവുമ്പോൾ വലിയ തണുപ്പൊന്നും ഇല്ലല്ലോ, ജാക്കറ്റ് ഇടണ്ട, നല്ല സുഖമായിട്ട് ഇങ്ങനെ നടക്കാം. അപ്പോൾ ഞങ്ങളും കഴിഞ്ഞ അവിടെ ഈ ഒരു വിൻ്ററൊക്കെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ പോയത് മാളിലേക്കാണ്. ഞാൻ കുറേ വീഡിയോസുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത്തവണ നമ്മളങ്ങനെ മാളിലേക്കൊന്നും പോയിട്ടില്ല. പിള്ളേരെപ്പോഴും പറയും കേട്ടോ നമുക്ക് പോവാം മാളിലെന്ന്. അപ്പോൾ അതേ ഇന്ന് നമ്മൾ അങ്ങനെ മാളിലേക്ക് പോവുകയാണ്. നമുക്ക് നോക്കാം അവിടുത്തെ തിരക്കും അവിടുത്തെ ഫുഡുകളും കാഴ്ചകളൊക്കെ. നമുക്ക് പോകാം. ഏത് മാളിലേക്കാണ് പോകണേന്നൊക്കെ ഞാൻ വഴിയെ പറയാട്ടോ. ഒരുപാട് മാളുകളുണ്ട്, സെലക്റ്റീവായിട്ട് പോകേണ്ടി വരും. അത്രയ്ക്ക് മാളുകളാണെന്ന് ഇവിടെ. അപ്പോൾ ന്യൂജേഴ്സിയിൽ ഇഷ്ടംമാതിരി മാളുകൾ ഉണ്ടായിട്ടും നമ്മളിന്ന് പോണത് പെൻസിൽവാനിയയിലെ ഒരു മാളിലേക്കാണ്ടോ. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ വേഗം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കട്ടെ, അല്ലെങ്കിൽ മറന്നു പോവും. അതുകൊണ്ടാണ് ഓർമ്മിപ്പിച്ചത്. അപ്പോൾ ഈ മാളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അമേരിക്കയിലെ മാളുകളുടെ വലിപ്പത്തിൽ വെച്ചിട്ട് 3-ാം സ്ഥാനമാണ്ടോ ഈ ഒരു മാളിനുള്ളത്. കിങ് ഓഫ് പ്രഷ്യ എന്നാണ് ഈ മാളിൻ്റെ പേര്. നമ്മളൊരു ഉച്ച കഴിഞ്ഞപ്പോഴാണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം വെച്ചാൽ മാളിലേക്കല്ലേ, എന്തിനാണ് രാവിലെ തന്നെ പോണേന്ന് വിചാരിച്ച്. അപ്പോൾ ഒരു വൈകിട്ടായപ്പോൾ ഇറങ്ങിയതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചത്. കണ്ടില്ലേ, പെൻസിലൊക്കെ അങ്ങോട്ട് കിടന്നപ്പോഴത്തേനും ഇരുട്ടൊക്കെ അങ്ങോട്ട് ആയി തുടങ്ങി. കാരണം വെച്ചാൽ ഇപ്പോൾ വൈകിട്ട് വേഗം അങ്ങോട്ട് ഇരുട്ടുമല്ലോ. പക്ഷേ ഇപ്പോൾ സമയം ഏകദേശം ഒരു 6-7 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ഫ്ലാറ്റുകൾ ഉള്ളിടത്ത് അതിൻ്റെ ഇടയിലായിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് കേട്ടോ. വളരെയധികം ഒരു പ്രത്യേകത തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരു അറബിക് റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ അവരുടെ ഇന്നത്തെ സ്പെഷ്യലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ആ ഒരു ഡെക്കറേഷനൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ആ ഒരു അറബിക്ക് ആ ഒരു മോഡലിലുള്ള കുറേ ഡെക്കറേഷൻസുകളും ആൻറ്റിക് പീസുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളും ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടാ നമുക്ക് ഫുഡ് കിട്ടാൻ. ഫസ്റ്റ് തന്നെ അതേ ഫ്രൈസ്, പിന്നെ അതുപോലെ തന്നെ ഇത് മിക്സ്ഡ് ഷവർമ പ്ലേറ്റ് ആണ് കേട്ടോ. ഇതിൽ ബീഫ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, പിന്നെ മട്ടൻ്റെ കുറച്ച് പീസുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഷവർമ പ്ലേറ്റിൻ്റെ കൂടെ കണ്ടില്ലേ റൈസും ഉണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് ഓപ്ഷണലാണ്. പിന്നെ ഇത് മട്ടൻ റിബും പിന്നെ വിത്ത് റൈസായിരുന്നേ. അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഫുഡുകളൊക്കെ. പിന്നെ നമ്മളൊരു ഷവർമ റോളും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായിരുന്നേ. കാരണം ഈ ഫുഡ് വരാൻ എന്തോരം സമയം എടുത്തെന്ന് പറഞ്ഞാൽ. അങ്ങനെ പിന്നെ നമ്മൾ മാളിലേക്കാണ് വേഗം പോണത്. കാരണം തൊട്ടടുത്ത് തന്നെ ആയിരുന്നു മാൾ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പ്രഷ്യ എന്ന് പറയുന്ന മാള്. ഇതിന് വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയാസൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ പാർക്കിംഗ് ഏരിയയിൽ പ്രത്യേകിച്ച് ഫീയും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട കേട്ടോ. പിന്നെ ഈ ഒരു തണുപ്പും കാര്യങ്ങളായിട്ടാണ് തോന്നണേ നല്ല തിരക്കായിരുന്നു കേട്ടോ. കാരണം ഈ തണുപ്പാകുമ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ആളുകൾ വരുന്നത് ഈ മാളിലേക്കൊക്കെയാണ്. അതാകുമ്പോൾ പിന്നെ തണുപ്പൊന്നും ഉണ്ടാവില്ലല്ലോ, നമുക്ക് സുഖമായിട്ട് നടക്കാം. അപ്പോൾ ഇവിടുത്തെ എല്ലാ ഫ്ലോറിലും ഇങ്ങനെ പുറത്തേക്ക് എൻട്രൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഏതോ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഒരു എൻട്രൻസ് വഴിയാണ് കയറണത്. മെയിൻ എൻട്രൻസ് ഇതൊന്നും അല്ല എന്നാണ് തോന്നണത്. നമ്മൾ ആ പാർക്കിങ് കണ്ട അവിടെ നിന്ന് അങ്ങോട്ട് കയറിയെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മാളിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വലിയ മാളാണ് കേട്ടോ. നിസ്സാര സംഭവമൊന്നുമല്ല. ഇതൊക്കെ ഒന്നും നടന്നൊന്നും ഫുള്ളൊന്നും ഒരു ദിവസം കൊണ്ടൊന്നും നടന്നു തീരൂല. ഏകദേശം 2.5 മില്യൺ സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ ഒരു മാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഇതിനു മുമ്പ് ഒരു തവണ വന്നിട്ടുണ്ട് ഈ ഒരു മാളിൽ. ഇപ്പോഴൊന്നും അല്ലാട്ടോ, ഒരു വർഷമായി ഇവിടെ വന്നിട്ട്. പക്ഷേ നമുക്കിവിടെ വന്നിട്ട് ഒരു ഓർമ്മയില്ല അന്ന് വന്നതിൻ്റേതായ. കാരണം വെച്ചാൽ ഒരു എത്തും പിടിയും കിട്ടൂല. അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ആകെ ഒരു കൺഫ്യൂഷനാണ്. നമ്മൾ എവിടെ നിന്ന് കയറി എവിടെ ഇറങ്ങി ഒരു എത്തും പിടിയും കിട്ടൂല. അപ്പോൾ അതേ നമ്മളങ്ങനെ പോണ വഴി കിഡ്സ് ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞു കുട്ടികൾ കളിക്കുന്ന കുറച്ച് ഏരിയാസൊക്കെയാണ് കേട്ടോ. നമ്മളങ്ങനെ കുറേ അങ്ങനെ നടന്നതിന് ശേഷം നോക്കിക്കണ്ടേ ബബിൾ ടീയുടെ ഒരു ഷോപ്പിലേക്കാണ് വന്നേക്കണത്. കുറച്ച് നേരം ഒന്ന് വെള്ളമൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റി ബബിൾ ടീകളുണ്ട്. നമ്മൾ ക്യാരമലും പിന്നെ അതുപോലെ തന്നെ ദുബായ് ചോക്ലേറ്റിൻ്റെ ബബിൾ ടീമാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ അതൊക്കെ കുടിച്ചു. പിന്നെ നമ്മൾ നടത്തം വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ആഫ്രിക്കൻ ഷോപ്പാണ്. ഇവിടുത്തെ ഡ്രസ്സുകളൊക്കെ കണ്ടില്ലേ, ഒരു ആഫ്രിക്കൻ സ്റ്റൈലാണ്. ഇവിടെ പല പല രാജ്യങ്ങളിലുള്ള ഷോപ്പുകളുണ്ട് കേട്ടോ. അതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പല പല രാജ്യങ്ങളിലുള്ള ഫുഡുകളൊക്കെ കിട്ടും. ഏകദേശം ഒരു 450-ലധികം ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ടെന്നാണ് കേട്ടോ പറയണത്.
അങ്ങനെ നമ്മളിതേ കുറേ നേരം നടന്നതിന് ശേഷം മുകളിലേക്ക് കയറിയിട്ടുണ്ട്. താഴെ മുഴുവനായിട്ടൊന്നും നടന്നിട്ടൊന്നുമില്ല. കാരണം വെച്ചാൽ എപ്പോൾ നടന്ന് തീരാനാണ്. കാര്യം ഇവിടെ മാപ്പൊക്കെ വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മുടെ നാട്ടിലുണ്ടാവില്ല, മാപ്പ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ലൊക്കേഷനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമുക്ക് അങ്ങോട്ട് എത്തണില്ല ഇങ്ങോട്ട്. ഇപ്പോഴത്തേ നമ്മളിപ്പോൾ ഒരു ഐസ്ക്രീം ഷോപ്പിലേക്കാണ് കേട്ടോ വന്നേക്കണത്. ഐസ്ക്രീം കഴിക്കാനൊന്നുമല്ല, ഇത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്താണ്. കാരണം വെച്ചാൽ ഒരുപാട് ഫ്ലേവർ ഉണ്ട് കേട്ടോ ഈ ഒരു കടയിൽ. ഈ അറ്റം തുടങ്ങി അങ്ങേ അറ്റം വരെ എന്തോരമാണ്, എനിക്ക് കണ്ടിട്ട് തന്നെ അത്ഭുതം തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഫ്ലേവർ. അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ്. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമ്മളിവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. തണുപ്പൊന്നും ഇല്ലാത്ത കാരണേ നമുക്ക് സുഖമായിട്ട് നടന്ന് കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. ഫുഡൊക്കെ കഴിച്ചു വന്നുകൊണ്ട് ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ. ആകെ ആ ഒരു ബബിൾ ടീ മാത്രമാണ് കഴിച്ചത്. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് കേട്ടോ ഫുഡ് കോർട്ട്. കാരണം വെച്ചാൽ ഇതിങ്ങനെ നീണ്ട് അങ്ങോട്ട് കിടക്കുകയാണല്ലോ മാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പല പല സ്ഥലങ്ങളിലായിട്ടാണ് ഇങ്ങനെ ഫുഡ് കോർട്ടുകളൊക്കെ ഉള്ളത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ആഡംബര കാറുകളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു കുഞ്ഞു കടകളുണ്ടാവില്ലേ നമ്മൾ ഈ നടക്കണ വഴിയിൽ, അതൊന്നും ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇവിടെ കൂടുതലും ഈ ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്പുകളൊക്കെയാണ് ഉള്ളത്. അല്ലാതെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഷോപ്പ് അങ്ങനത്തെ കടകളൊന്നും ഇല്ല ഇതിൻ്റെ ഉള്ളിൽ. ഏറ്റവും കൂടുതൽ നല്ല ഷോപ്പിംഗ് നടത്താനും ഫുഡ് കഴിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെയാണ് ഈ ഒരു മാളിൽ വരുന്നത്. എല്ലാവരും ഷോപ്പിംഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ ഇന്ന ഒരു ലക്ഷ്യത്തോടൊന്നുമല്ല, കുറച്ച് നേരം ഇതിലേക്കൊന്ന് നടക്കുക, കാഴ്ചകൾ കാണുക, അതൊക്കെ ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാട്ടർ ഫൗണ്ടനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് ചെടികളുണ്ട് കേട്ടോ ഈ ഒരു മാളിൻ്റെ അകത്തായിട്ട്. പിന്നെ നമുക്ക് ഇരിക്കാനായിട്ട് മുട്ടിനും സോഫ സെറ്റുകൾ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ. നമ്മൾ കുറേ നടന്നങ്ങോട്ട് ക്ഷീണിക്കുമല്ലോ, അപ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ ഇരിക്കാനൊക്കെ സൗകര്യം ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികളുടെ കിഡ്സ് ഏരിയ നമ്മൾ അധികം കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ സാധാരണ മാളിലൊക്കെ പോകുമ്പോൾ കാണൂലേ, അതുപോലെ നമ്മളിവിടെ അധികം കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ നമ്മൾ നടക്കാത്ത വഴികളിൽ എവിടെയെങ്കിലും ആയിരിക്കും അത്തരം ആ ഒരു കിഡ്സ് ഏരിയ എന്ന് എനിക്ക് തോന്നണം. പക്ഷേ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസുകളൊക്കെ നമുക്ക് ഇടയ്ക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ എങ്ങടേക്കോ ഒരുപാട് നടന്നിട്ടാ, ഒരു കണക്കും പറയാൻ പറ്റില്ല. അതിന് മാത്രം നമ്മൾ ഈ മാളിൽ നടന്നിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ ഇവിടെ നിന്ന് പോകാമെന്നുള്ളൊരു തീരുമാനത്തിലാണ്. കുറേ നടന്ന് അവശതയായി. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങളൊരു അരമണിക്കൂറിലും മീതിയായിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകാനുള്ള വഴി നോക്കണത്. ഒരെത്തും പിടിയില്ല, നടന്നാകെ അവശതയായി. കുറേ മാപ്പൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് അങ്ങോട്ട് ആകെ ഒരു കൺഫ്യൂഷൻ. നമ്മൾ വന്ന വഴി മറന്നുപോയി, അതാണ് പറ്റിയത്. എപ്പോഴാണാവോ ഇനി പാർക്കിങ്ങിലെത്താൻ പോണത്. വലിയ മാളായതുകൊണ്ടേ ഒരെത്തും പിടിയില്ല, അതാ പ്രശ്നം. പുറത്തേക്ക് എൻട്രൻസ് നോക്കിയിട്ടുള്ള ഈ ഒരു നടപ്പ് വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു. അങ്ങനെ അതേ 1/4 മണിക്കൂർ നടന്നതിന് ശേഷം ഉണ്ടാ നമുക്ക് പുറത്തേക്കുള്ള എൻട്രൻസ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് മനസ്സിനൊരു സമാധാനമായിട്ടുണ്ടായിരുന്നത്. കാരണം മാളൊക്കെ ക്ലോസ് ചെയ്യുന്ന ടൈമായിന്നേ, നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങണ്ടേ, അതന്നെ കാര്യം. അങ്ങനെ അതേ ഇനിയിപ്പോൾ നമ്മൾ നേരെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മാളിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മളൊരു സാറ്റർഡേ ആണ് ഇറങ്ങിയിരിക്കുന്നത്. കാരണം വെച്ചാൽ ഈ ഒരു മഞ്ഞിൻ്റെ ടൈമിൽ നമുക്ക് പോകാൻ വേറെ ഇടങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷേങ്കിൽ അതൊക്കെ നേരത്തെ കാലത്തേക്ക് പോയാലേ കാണാൻ പറ്റുള്ളൂ. മാളാകുമ്പോൾ പിന്നെ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ലല്ലോ, 8 മണി വരെ ഉണ്ടാവും എന്തായാലും. അപ്പോൾ നമുക്ക് വൈകിട്ടാണെങ്കിലൊക്കെ ഇറങ്ങാം, അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അതും ഒരു അനുഭവമാണല്ലോ. അപ്പോൾ ഇവിടെ ഒരുപാട് മാളുകളുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷവും വിൻ്റർ സീസണിൽ ഒരുപാട് മാളിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നും നമ്മൾ പോയൊരു മാളൊക്കെ തന്നെയാണ്. എങ്കിലും മാളെന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കാണാനായിട്ട്. അപ്പോൾ എന്തായാലും പുതിയ അമേരിക്കയിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം അടുത്തൊരു വീഡിയോയിൽ. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.